ശ്രീ പി വെങ്കിട്ടരാം അയ്യർ. അദ്ദേഹം ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. സർ, വെൽക്കം സർ. അപ്പോൾ ബജറ്റ് താങ്കൾ കേട്ടു, ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അങ്ങനെ വമ്പൻ പ്രഖ്യാപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു ഫ്ലാഗ്ഷിപ്പ് വലിയ പ്രഖ്യാപനങ്ങളില്ല. എങ്ങനെയാണ് അങ്ങ് ഈ ബജറ്റിനെ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ശ്രീ പി വെങ്കിട്ടരാം അയ്യർ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വ്യാപാരി സംഘടനയെ രാഷ്ട്രതലത്തിലുള്ള ദേശീയ തലത്തിലുള്ള വ്യാപാരി സംഘടന റെപ്രസെന്റേറ്റീവ് ആണ്, കേരളത്തിലെ പ്രസിഡന്റാണ്. ഈ നികുതി മുഴുവൻ അടയ്ക്കുന്ന വ്യാപാരി സമൂഹത്തിന് യാതൊരുവിധ ആനുകൂല്യവും പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടകരമായ ഒരു അവസ്ഥ. ചെറുകിട മേഖലയിലേക്ക് കുത്തൊഴുക്കും ഇ കോമേഴ്സും ക്യൂ കോമേഴ്സും വരുമ്പോഴത്തേക്കുള്ള വ്യാപാര നഷ്ടവും റോഡ് വികസനവും മറ്റൊക്കെ വരുമ്പോൾ ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കുള്ള സങ്കടകരമായ അവസ്ഥയ്ക്കും യാതൊരു പരിഹാരവും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ക്ഷേമ പദ്ധതികൾ ധാരാളം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അവിടെയും വ്യാപാരികൾ തടയപ്പെട്ടു എന്നുള്ള തോന്നലാണ് ഞങ്ങൾക്കുള്ളത്. വെങ്കട്ടരാമയ്യർ, ഈ ബജറ്റിന് മുമ്പ് എല്ലാവരുടെയും ഒരു ആവശ്യങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു നടപടിയുണ്ടല്ലോ. അപ്പോൾ ധനമന്ത്രി അത് കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും പറഞ്ഞത്. അപ്പോൾ ഈ വ്യാപാരികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അതൊന്നും കണക്കിലെടുത്തിട്ടില്ലെന്നാണോ? അതെ, ഒന്നും കണക്കിലെടുത്തിട്ടില്ല. ആകപ്പാടെ ഉള്ളത് ഒരു ഫ്ലഡ് സെസ്സിന്റെ ഒരു ആംനസ്റ്റി ഒരു കൊല്ലത്തെ കൂടെ നീട്ടിയുള്ളത് ഒഴിച്ചാൽ മറ്റ് ആവശ്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പല മേഖലകളിലും നമ്മൾ ഈ റോഡ് വികസനം ഉൾപ്പെടെ നഗരവികസനം ഉൾപ്പെടെ ഒക്കെ വരുമ്പോൾ ബാധിക്കുന്ന മുഴുവൻ ചെറുകിട ഇടത്തരം വ്യാപാരികളാണ്. അവർക്കുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള നഷ്ടപരിഹാരമോ അതിനെ സംബന്ധിച്ച് യാതൊരു കാര്യം. ഇപ്പോൾ ഈ വയനാട്ടിലുണ്ടായ ദുരന്തം ഉൾപ്പെടെ വന്നപ്പോഴും ആ വ്യാപാരി സമൂഹത്തിനുണ്ടായ നഷ്ടത്തിനെ സംബന്ധിച്ച് ഒരു പരിഹാര മാർഗവും ഈ വർഷവും ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ സിറ്റുവേഷൻ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.